പദ്ധതിയിൽ നിന്നും കുടുംബശ്രീയെ ഒഴിവാക്കി സർക്കാർ ഉത്തരവ്. അഭ്യസ്ത വിദ്യർക്കിടയിലെ സർവേ, നൈപുണ്യ വികസനം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ നിന്നാണ് കുടുംബശ്രീയെ ഒഴിവാക്കിയത്. ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീയുടെ സേവനം ആവശ്യമില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കുടുംബശ്രീയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണല്ലോ സർക്കാരിന്റെ നീക്കം. എങ്ങനെയാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്? സ്വാതി, കെ-ഡിസ്കും കുടുംബശ്രീയും ചേർന്ന് നടപ്പാക്കിയിരുന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായിരുന്നു എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്നുള്ളത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കിടയിൽ ജോലി സാധ്യതകൾ അറിയുക, അവർക്ക് അതിന് സഹായം നൽകുക, ജോലി വാങ്ങുക, നേടിക്കൊടുക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. ഈ പദ്ധതി കെ-ഡിസ്ക് പ്രധാനമായും അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് കുടുംബശ്രീയെയാണ്. ജില്ലാ തലത്തിൽ പ്രോഗ്രാം മാനേജർമാർ, താഴെ തദ്ദേശ ാണ് അത് മുന്നോട്ട് പോയിരുന്നത്. പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, സർവേ നടത്തുക, തൊഴിൽ സാധ്യതകൾ നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബശ്രീ വഴി മുഖേന നടപ്പാക്കിയിരുന്നത്. ഈ പദ്ധതിയാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് കുടുംബശ്രീയെ ഒഴിവാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീയുടെ സഹായം വേണ്ടതില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഈ കമ്മ്യൂണിറ്റി അംബാസിഡർമാരുടെ സേവനം 31 തീയതി വരെ മാത്രം മതി എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ജില്ലാ തലത്തിലുള്ള പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും 31 ശേഷം ഒഴിവാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ശരി അർജുൻ.